നമസ്കാരം. 2 വർഷമായി തുടരുന്ന സുഡാനിലെ ആഭ്യന്തര യുദ്ധം അതിന്റെ ഏറ്റവും ദുർഘടമായ ഘട്ടത്തിലേക്ക് കടക്കുന്നു. രാജ്യത്ത് ഭക്ഷണക്ഷാമം രൂക്ഷമാവുകയും ആയിരക്കണക്കിന് ആളുകൾ ഉപജീവനത്തിനായി പലായനം ചെയ്യുകയാണ്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്രയും വ്യാപകമായ ദുരിതം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സുഡാനിലെ ഡാർഫൂർ പ്രദേശത്തെ സാംസാം, അബു ഷൗക്ക് ക്യാമ്പുകൾ പോലുള്ള ഭീകരാക്രമണ ബാധിത പ്രദേശങ്ങളിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ട 7 ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ ദുരിതത്തിലായത്. ഇരു ക്യാമ്പുകളിലും മാരകമായ ഭക്ഷണക്ഷാമം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളും ഗർഭിണികളുമായ സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. ഡാർഫൂരിലെ ദുരിതബാധിത പുനരധിവാസ ക്യാമ്പുകൾക്ക് നേരെ 2 ദിവസത്തേക്ക് സുഡാനിലെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തിയ ആക്രമണത്തിൽ 100-ലധികം പേർ കൊല്ലപ്പെട്ടതായും UN സ്ഥിരീകരിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ 20 കുട്ടികളും 9 സന്നദ്ധ പ്രവർത്തകരുമാണ് ഉൾപ്പെടുന്നത്. ഉത്തര ദാർഫൂരിലെ പ്രവിശ്യ തലസ്ഥാനമായ എൽ ഫാഷറിനും സമീപത്തെ സംസം, അബു ഷൗക്ക് ക്യാമ്പുകൾക്കും നേരെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും RSF സംഘം അകമഴിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് UN സുഡാൻ ഹ്യൂമാനിറ്റേറിയൻ കോർഡിനേറ്റർ ക്ലൈമന്റിൻ നെക്വെറ്റ സലാമി അറിയിച്ചു. സംഭവം സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിൽ 1 വർഷത്തിലധികമായി പ്രവർത്തനം തുടരുന്ന സങ്കുചിത ആരോഗ്യ കേന്ദ്രങ്ങൾ അടക്കമുള്ള എല്ലാ ആരോഗ്യ സൗകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് സന്നദ്ധ സംഘടനയായ റിലീഫ് ഇന്റർനാഷണലും വ്യക്തമാക്കി. ഈ സംഘടനയുടെ ക്ലിനിക്ക് ഉൾപ്പെടെയുള്ള പ്രവർത്തിച്ചിരുന്ന മേഖലയിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ 9 ജീവനക്കാരും കൊല്ലപ്പെട്ടു. കേന്ദ്ര മാർക്കറ്റും ആ ക്യാമ്പിനുള്ളിലെ 100 കണക്കിന് താൽക്കാലിക വാസസ്ഥലങ്ങളുമൊക്കെ നശിപ്പിക്കപ്പെട്ടു. സുഡാൻ ഡോക്ടേഴ്സ് യൂണിയന്റെ വിശദീകരണം പ്രകാരം വെള്ളിയാഴ്ച സംസം ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണത്തിലാണ് ഡോക്ടർ മഹമൂദ് ബാബൻ ഇദ്രീസ്, പ്രാദേശിക തലവനായ ആദം ബാബകർ അബ്ദുള്ള എന്നിവരും ഉൾപ്പെടെ 6 ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. ഏറ്റവും ക്രൂരവും കുറ്റകരവുമായ ആക്രമണത്തിന് RSF ആണ് ഉത്തരവാദിയെന്നും ഡോക്ടേഴ്സ് യൂണിയൻ കുറ്റപ്പെടുത്തി. ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസിഫിക്കേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യക്ഷാമം രൂക്ഷമായി ബാധിച്ച സുഡാനിലെ 5 പ്രദേശങ്ങളിലൊന്നാണ് സംസവും അബു ഷൗക്കും. നിലവിൽ 25 ദശലക്ഷത്തോളം ആളുകൾ, അതായത് രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും അത്യന്തം ദുരിതകരമായ ഉപജീവന അവസ്ഥയിലാണുള്ളത്. സുഡാനിലെ ആഭ്യന്തര യുദ്ധം തുടർന്നുകൊണ്ടിരിക്കെ RSF ഇപ്പോൾ എൽ ഫാഷറിനെയും പിടിച്ചെടുക്കാനുള്ള ശ്രമം ശക്തമാക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസം സർക്കാർ സൈന്യം രാജ്യത്തിന്റെ തലസ്ഥാനമായ ഖാർത്തൂം വീണ്ടെടുത്തിരുന്നു. മറ്റ് സംഘം മനുഷ്യാവകാശത്തിനെതിരായ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നതിനിടെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അടുത്തിടെ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ RSF സ്ത്രീകളെ ക്രൂരമായി ലൈംഗിക അതിക്രമത്തിനും കൂട്ടബലാത്സംഗത്തിനും വിധേയരാക്കുന്നതായും വെളിപ്പെടുത്തലുകളുണ്ട്.